പ്ലംബിങ്ങും വയറിങ്ങും അത് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് പ്ലംബിങ്, അതായത് നമ്മളിപ്പോൾ ഒരാൾ നമുക്ക് പണി പറഞ്ഞു തന്നിട്ട് പോവാണ്, ഇങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യുമ്പോൾ പല പല ഐഡിയകളും നമ്മുടെ മനസ്സിലിങ്ങനെ മിന്നി മിന്നി മറിയും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ മിന്നി മിന്നി മറിയണ സാധനങ്ങൾ നമ്മൾ കുറച്ചെങ്കിലും ചെയ്താൽ മാത്രമേ ആ വർക്ക് നന്നാവുള്ളൂ. കാരണം പറഞ്ഞു തരുന്നവന് അവിടെ ചെയ്യുന്ന ആളുടെ പോലെയല്ല. പ്ലംബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ എന്താണോ അതാണ് ചെയ്യേണ്ടത്, അതാണ് ശരിക്കും പ്ലംബിങ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട പ്ലംബിങ്ങും വയറിങ്ങും ഈ മേഖലയിൽ ഇപ്പോൾ കണ്ടമാനം ആൾക്കാർ റേറ്റ് കുറവിന് എടുക്കണവർ കൂടുതൽ എടുക്കണവരുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറവിന് എടുക്കണവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 കൊല്ലം കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നന്നായി സ്റ്റാൻഡേർഡ് ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് പ്രത്യേകിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അവൻ അന്ന് നല്ല രീതിയിൽ വർക്ക് ചെയ്ത കാരണം അവന് വർക്കുകൾ വന്നുകൊണ്ടിരിക്കും. ഈ 3-4 കൊല്ലം കഴിയുമ്പോൾ വർക്ക്, അതായത് നമ്മൾ റേറ്റ് കുറവിനെടുത്ത ഒരാളുണ്ടല്ലോ, അപ്പോൾ അവൻ്റെ വർക്കിൻ്റെ ക്വാളിറ്റി ഇത്തിരി കുറയുന്നതായിരിക്കും. അപ്പോൾ അവന് അതോടുകൂടി ഏകദേശം തീരുമാനങ്ങളും കാര്യങ്ങളാവും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്ലംബിങ്ങും വയറിങ്ങും ചെയ്യുമ്പോൾ അതിൻ്റെ രീതിയിൽ അടിപൊളി മെറ്റീരിയൽ ക്വാളിറ്റിയിൽ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ.